Flavors of Thailand. ക്രാബിയിലെ മറ്റൊരു ദിവസം ഇന്ന് തുടങ്ങുകയാണ്. ഇന്നത്തെ യാത്ര ഒരു ലോങ് ട്രിപ്പാണ്. കുറേ ഐലൻഡ്സിലൂടെ സഞ്ചരിക്കുകയാണ്. ഫിഫി ഐലൻഡ് എന്ന് പറഞ്ഞ ഒരു ഐലൻഡിലേക്കാണ് പോകുന്നത്. ഓൺ ദ വേ കുറേ കാഴ്ചകൾ ഇടയ്ക്കിടയ്ക്ക് നിർത്തിപ്പോകും. ഇതൊരു ഗ്രൂപ്പ് ടൂറാണ്. ഞാനൊരു സ്പീഡ് ബോട്ടിലാണ് പോകുന്നത്. എന്നോടൊപ്പം ഒരുപാട് ആൾക്കാരുണ്ടാകും. അപ്പോൾ നമ്മുടെ പ്രൈവറ്റ് ടൂറല്ല. എന്തായാലും വാഹനം വെയിറ്റ് ചെയ്യുന്നു, അതിലേക്ക് കയറാം. ഐലൻഡിലേക്കുള്ള ടൂർ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരു വാനിലാണ് നമ്മൾ പോകുന്നത്. ഇതൊരു 1 day ടൂറാണ്. ദാറ്റ് ഈസ് സ്റ്റാർട്ടിങ് ഫ്രം 9 to 4:30. അതാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലം മായ ബേ എന്ന് പറയുന്ന സ്ഥലത്ത് പോകും. ഈ ഫിഫി ഐലൻഡ് ഇച്ചിരി ദൂരെയാണ്. അങ്ങോട്ട് പോകുന്നത് ഫിഫി PHI ഫിഫി. പിന്നെ പോകുന്ന വഴിക്ക് ആദ്യത്തെ സ്റ്റോപ്പ് ഓവർ എന്ന് പറയുന്നത് മായ ബേ ഫേമസ് ഹോളിവുഡ് ഫിലിമായ ദ ബീച്ച്, അതിൻ്റെ ലൊക്കേഷനാണ്. മനസ്സിലായല്ലോ അപ്പോൾ എത്ര ഭംഗിയായിരിക്കും എന്ന്. എനിക്കും അറിയില്ല കേട്ടോ, ആദ്യമായിട്ട് പോകില്ലേ. സെക്കൻഡ് മങ്കി ബേ, അവിടെയും പോകുന്നു. അവിടെ ഒരു എന്താണ് ഡെസേർട്ടഡ് ബീച്ച്, ഫാസിനേറ്റിംഗ് കോറൽ റീഫൊക്കെ ഉണ്ടെന്ന് പറയുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് തേർഡ് വൺ ലോസാം ബേ, അത് കളർഫുൾ കോറൽസ് ആൻഡ് ഫിഷസ് ഇൻ ഷാലോ വാട്ടർ, നല്ല തെളിഞ്ഞ വെള്ളവും കോറൽസൊക്കെ കാണാമെന്ന് പറയുന്നു. പിന്നെ പിലെ ബേ, അവിടെയും ഇതുപോലെ തന്നെ ഒരു ഫാൻറ്റാസ്റ്റിക് ആയിട്ടുള്ള ഒരു ലഗൂൺ ഉണ്ടെന്ന് പറഞ്ഞു, ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്ന ഭാഗം. പിന്നെ വരുന്ന വിക്കിംഗ് കേവ്, ഒരു കേവാണ്. അവിടെ ഫോട്ടോഗ്രാഫി ആൻഡ് സൈറ്റ് സീയിങ്. പിന്നെ ഫിഫി ഡോൺ എന്ന് പറഞ്ഞ സ്ഥലം, അവിടെ ലഞ്ചൊക്കെ അവിടെയാണ് പ്ലാൻ ചെയ്യുന്നത്. ബീച്ച് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ റണ്ടി ബേയിൽ കുറേ കളേർഡ് കോറൽസ് ഫിഷസ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നു. ആൻഡ് ലാസ്റ്റ് ബാംബു ഐലൻഡ്, അത് ഫാബുലസ് ആൻഡ് ഗോർജിയസ് ബീച്ച് വിത്ത് കോറൽ റീഫ്സ്. ഇങ്ങനെ കുറേ ഓഫേഴ്സാണ് ഇതിൽ കാണുന്നത്. കണ്ടോ, ഇതാണ് കംപ്ലീറ്റ് ബ്രോഷറാണ്. ഇങ്ങനെയുള്ള ബ്രോഷേഴ്സ് എല്ലാം കണ്ട് അട്രാക്റ്റഡ് ആയിട്ട് നമ്മളങ്ങനെ പോവുകയാണ്. അപ്പോൾ ദ ബെസ്റ്റ് സ്നോർക്കലിംഗ് ട്രിപ്പ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ സ്നോർക്കലിങ്ങിനൊക്കെ പോകാം. ഫിഫി ഐലൻഡ് ട്രിപ്പ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നമ്മൾ 4 ഐലൻഡ് ട്രിപ്പ് ഓൾറെഡി എടുത്തു കഴിഞ്ഞു. അത് സ്വന്തം റിസ്കിൽ നമ്മൾ തന്നെ ഒരു പ്രൈവറ്റ് ബോട്ട്, പിന്നെ ലോങ് ടെയിൽ ബോട്ടൊക്കെ എടുത്തിട്ടല്ലേ പോയത്. ഇതങ്ങനെയല്ല. ഇതിൽ പക്ഷേ ഗ്രൂപ്പ് ടൂർ എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറച്ച് ആൾക്കാരുണ്ടാവും. ഒരുപാട് ആൾക്കാരൊന്നും ഇപ്പോൾ കണ്ടില്ല. 1 2 3 4 5 6 ഒരു 6-7 പേരേ ഉള്ളൂ ഞാൻ കൂടാണ്ട്. ഇനി പോകുന്ന വഴിക്ക് ആൾക്കാരെ പിക്കുമോ അറിയില്ല. ഓരോ ഹോട്ടൽസിൻ്റെ ഫ്രണ്ടിലും നിർത്തും. റിസോർട്ടുകളിൽ നിന്ന് ആൾക്കാർ ഇതുപോലെ നമ്മളെ പോലെ ബുക്ക് ചെയ്ത ആൾക്കാരെ കൊണ്ടുപോകും. പിന്നെ ഞാനും എൻ്റെ ടീമുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഗ്രൂപ്പ് എല്ലാവരും കൂടി ഒരു 10 പേരുണ്ടാവും, 10-12 പേര്. അപ്പോൾ ഒരു സ്പീഡ് ബോട്ടിലാണ് പോകുന്നത്. അവർ പറയുന്ന പോയിൻറ്റ്സ് നിർത്തും. നമുക്ക് കുറച്ച് സമയം തരും കറങ്ങി നടക്കാൻ. ആ സമയത്ത് നമുക്ക് കറങ്ങി നടക്കാം. അത് കഴിഞ്ഞ് വീണ്ടും സ്പീഡ് ബോട്ടിൽ കയറണം. ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. എന്തായാലും വൈകുന്നേരം വരെയുള്ള ഒരു യാത്രയാണിത്. ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുന്നു വിശ്വസിക്കാം. എന്തായാലും യാത്ര നമ്മൾ തുടങ്ങി കഴിഞ്ഞു. അപ്പം എന്നോടൊപ്പം നിങ്ങളും ഉണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു. പോ. പുറത്തേക്ക് നോക്കുമ്പോൾ കടൽ കാണാം. പക്ഷേ കടൽ കുറേ പുറകിലേക്ക് പോയി കഴിഞ്ഞു. ഡേ ടൈമിൽ കടലിനെ കാണാൻ പോലും ഇല്ല. അതെ, അങ്ങോട്ട് കയറിപ്പോയി. ഒത്തിരി ലൂട്ടൈഡ് മാതിരി. ഇതൊരു പ്രത്യേകതയാണ് ഇവിടുത്തെ. ഓക്കെ, നമ്മൾ എത്തിക്കഴിഞ്ഞു. സ്പീഡ് ബോട്ടിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് ഇവിടെ നിന്നാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഏതാണ്ട് ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു. അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പോവാണ്. സ്ലോ ആണ്. സ്പീഡ് ബോട്ടിന് വേണ്ടിയിട്ടാണ് ഈ ഭാഗത്തേക്ക് വന്നത്. ഞാൻ പറഞ്ഞില്ലേ, വാഹനത്തിലിരുന്ന് കടൽ കാണാനേ ഇല്ല. ഇന്നലെ കടൽ ഇവിടെ വരെ ഉണ്ടായിരുന്നു. ഇപ്പം നോക്കൂ കടലിൻ്റെ ഒരു അവസ്ഥ. ഒരുപാട് പുറകിലേക്ക് പോയി. அந்த
അന്തം വിട്ടു പോകുന്ന കാഴ്ചയാണിത്. നോക്കൂ, കടൽ അങ്ങോട്ട് ബാക്കിലേക്ക് പോയി. അവിടെ ആ ഒരു തുരുത്ത് പോലെ ഇരിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് പോയി. അപ്പോൾ സ്പീഡ് ബോട്ടൊക്കെ വരികയാണെങ്കിൽ എവിടെ വരും? ഭയങ്കര കോമഡിയായി ഇത്. ഈ കടലിൻ്റെ സ്വഭാവം ഒരിക്കലും പ്രവചിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? ഇതേ നോക്ക്, ഇത്രയും പുറകിലേക്ക് പോകുന്ന കാഴ്ച ഭയങ്കര അതിശയം തോന്നുന്നു. അയ്യോ, കംപ്ലീറ്റ് ആൾക്കാർ വെയിറ്റിംഗ് ആണ്. നമ്മളെപ്പോലെ തന്നെ ഇങ്ങനെ ഗ്രൂപ്പ് ടൂറായിട്ട് വന്ന ആൾക്കാരാണ്. അവരുടെ സ്പീഡ് ബോട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ് എല്ലാവരും ഇങ്ങനെ കടലിൻ്റെ ഈ ഒരു അത്ഭുത പ്രതിഭാസം പോലെ ഈ പിറകിലേക്ക് പോയിരിക്കുന്ന കടലിനെ കണ്ടുകൊണ്ട് നിൽക്കുക. സ്പീഡ് ബോട്ട് അവർ പറയും, നമുക്കൊരു ഗ്രൂപ്പ് ലീഡർ ഉണ്ടാകും, അവർ പറയും ഗൈഡ് എപ്പോഴാണ് പോകേണ്ടത്, എങ്ങോട്ടാണ് പോകേണ്ടത്. എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല ഈ സ്പീഡ് ബോട്ട് എവിടെ ആയിരിക്കും വരുന്നത്. ഒത്തിരി അകത്തേക്ക് നടക്കേണ്ടി വരില്ലേ? എത്ര നേരം അറിയാം നമ്മൾ ഈ കടപ്പുറത്ത് വന്ന് നിൽക്കുന്നു, പക്ഷേ ഇതുവരെ നമ്മുടെ സ്പീഡ് ബോട്ട് വന്നിട്ടില്ല. ഈ വെള്ളം ഇങ്ങനെ പുറകോട്ട് പോയത് കൊണ്ടാണോ താമസിക്കുന്നതെന്ന് അറിയില്ല. പക്ഷേ ഞാനെന്തായാലും ഫോട്ടോസ് എടുത്ത് നടക്കുകയാണ്. സന്തോഷം, ഫോട്ടോഗ്രാഫേഴ്സ് ഡിലൈറ്റാണ് ഇതെല്ലാം. അപ്പോൾ നമുക്കിങ്ങനെ രസമായിട്ട് ഇവിടെ എല്ലാവരും അങ്ങനെയാണ്, ഞാൻ മാത്രമല്ല, എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തിങ്ങനെ സമയം സ്പെൻഡ് ചെയ്യാണ് ഇവിടെ വന്ന ആൾക്കാർ. അപ്പോൾ ഇന്നലെ ഈ റൂട്ടിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചത്. അന്നേരം ഇവിടം വരെ വെള്ളമായിരുന്നു. ഭയങ്കര കടൽക്ഷോഭമായി കിടന്ന സമയത്ത് നമ്മൾ ആ സൈഡിലൂടെയാണ് നമ്മുടെ ലോങ് ടെയിൽ ബോട്ടിലൂടെ സഞ്ചരിച്ചത്. ആ പാറക്കുട്ടങ്ങളുടെ, ആ ലൈം സ്റ്റോൺ ഫോർമേഷൻസിൻ്റെയൊക്കെ സൈഡിലൂടെ പോയപ്പോൾ ഓർക്കുന്നുണ്ടോ? അതാണ് നമ്മളുടെ റൂട്ട്, അതായിരുന്നു. ഒരു ഗ്രൂപ്പായപ്പോൾ ഏതാണ്ട് 30 പേരായി കഴിഞ്ഞു ആ സ്പീഡ് ബോട്ടിലേക്ക് നമ്മളുടെ സൈഡ്. നമ്മുടെ സ്പീഡ് ബോട്ട് യാത്ര തുടങ്ങിയിട്ട് കഴിഞ്ഞു ചെറുതായിട്ട്. ഇതിലിപ്പോൾ 30 സീറ്ററാണെന്ന് തോന്നുന്നു, നിറച്ച ആൾക്കാരുണ്ട്, ഓൾമോസ്റ്റ് 30 പീപ്പിൾ. വ്യത്യസ്തമായൊരു ജേർണി ആയിരിക്കും, കാരണം 42 കിലോമീറ്ററോളം കടലിലൂടെ സഞ്ചരിക്കേണ്ട ആവശ്യമുണ്ട് ഫിഫി ഐലൻഡിലേക്ക് പോകാൻ. ആൻഡ് ഓൺ ദ വേ ആണ് പല സ്ഥലത്തും നിർത്തുന്നത്. അപ്പോൾ ഇതിന് ഒരുപാട് സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കണം. അത് കാരണം എല്ലാവരും ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൾക്കാർ പറയുന്നത് നമ്മൾ പ്രാർത്ഥനയോടുകൂടി വേണം ജേർണി സ്റ്റാർട്ട് ചെയ്യാനല്ല, ഒരു യാത്ര പോവല്ലേ, അപ്പോൾ അതങ്ങനെ തന്നെ വേണം. 42 പീപ്പിൾ. ഇവിടെ എല്ലാം തയ്യാറെടുപ്പുകളല്ല. അപ്പോൾ ഇങ്ങനെ ആ ഒരു ചെറിയൊരു പ്രദേശത്ത് നിന്നും കടലിൻ്റെ ഒരു ഇടുങ്ങിയ ഭാഗമാണിത്. ഇങ്ങനെ ഒരു ചാല് പോലെ ഉള്ളിലേക്ക് കാണിച്ചിരിക്കുന്നു. കാര്യം കടലിൽ നിന്ന് ഒരുപാട് പുറകിലേക്ക് പോയിരിക്കുവാണ്. പക്ഷേ ഈ ഭാഗത്ത് ഇങ്ങനെ കുറച്ച് കടൽ ഭാഗമുണ്ട്. അത് ഏതാണ്ട് ഒരു പൊഴി മാതിരി. അവിടെ നിന്ന് ഇങ്ങനെ പതുക്കെ മെയിൻ കടലിലേക്ക് നമ്മൾ പോവുകയാണ്. മെയിൻ കടലെന്ന് പറഞ്ഞാൽ വിശാലമായ കടൽ. പക്ഷേ ഇപ്രാവശ്യം കുറച്ച് ഉള്ളിലേക്ക് പോകണം. ഇന്നങ്ങനെയാണ്, അത് ബാക്കിലേക്ക് പോയി കിടക്കുകയാണ്. സ്പീഡ് കൂടി സ്പീഡ് ബോട്ടിന് സംസാരിക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് ഭയങ്കര സ്പീഡാ. ഓടൂ.
പോകുന്നത്. ബാംബു ഐലൻഡിൻ്റെ ഭാഗത്ത് നമ്മുടെ ബോട്ട് കുറച്ച് നേരം നിർത്തിയിരിക്കും. ഇവിടെ സ്വിമ്മിങ്ങിനൊന്നും പറ്റത്തില്ല, പക്ഷേ വേറൊരു സ്റ്റൈൽ ഓഫ് ഐലൻഡാണ്. നല്ല ബ്ലൂ സീ ആണ് ഇവിടെയെല്ലാം. മനോഹരമായ സീ വ്യൂ, നല്ലൊരു ടർക്കോയിസ് ബ്ലൂ സീ. എല്ലാവരും ബോട്ടിൽ നിന്ന് ഇറങ്ങി. ഭയങ്കര ഒരു കോസ്റ്റൽ ലൈനാണ്. എന്ത് രസമെന്ന് പറയുക. എത്രയോ ദൂരം ഇങ്ങനെ നമ്മൾ ഈ മാൽദീവ്സിലൊക്കെ പോയതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു. അതുപോലത്തെ ഒരു ഭംഗിയുള്ള ബീച്ച് ഏരിയ. ഇതാണ് ബാംബു ഐലൻഡ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പായിരുന്നു ഇവിടെ. അപ്പോൾ ആർക്കെങ്കിലും ടോയ്ലറ്റിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചെന്നിട്ട് ഇവിടെ അതിനുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട്. പിന്നെന്താ, പിന്നെ കുറേ നേരം ഫോട്ടോസ് എടുക്കാം. ഫോട്ടോഗ്രാഫേഴ്സ് ഡിലൈറ്റാണ് ഈ സ്ഥലം എന്ന് പറയുന്നു. ഹാ വെരി നൈസ്. എൻ്റെ ദൈവമേ, നോക്കൂ, കടലിൻ്റെ അടിഭാഗം കാണുന്ന രീതിയിലുള്ള നല്ല വെള്ള മണൽ പരപ്പ്. ഇവിടെയൊന്നും കോറൽ റീഫ്സും മീനുകളെ ഒന്നും കാണാൻ സാധിക്കില്ല. അതിന് കുറച്ചുകൂടി വേറെ ബീച്ചിൽ പോകണം. അതും നമ്മൾ പോകുന്നുണ്ട് അത്തരം ബീച്ചിൽ. ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബീച്ച്. ഇതാണ് ബാംബു ഐലൻഡിലെ ബീച്ച് ഏരിയ. ആഹാ, എന്തൊരു ഭംഗി! നീലക്കടലും നീലാകാശവും വെള്ള മണലും ഒക്കെ ആയിട്ട്. ആഹാ, കുറേ ബോട്ട്സ് ഇങ്ങനെ നങ്കുരമിട്ട് കിടക്കുന്നു. ഇത് ലോങ് ടെയിൽ ബോട്ട്, പിന്നെ നമ്മൾ വന്ന സ്പീഡ് ബോട്ട്. എന്ത് രസം നോക്കൂ. ഇത് കൊള്ളാം. ഈ ബാംബു ഐലൻഡിൽ ശരിക്കും സ്വിമ്മിങ്ങിന് പറ്റില്ല എന്ന് പറഞ്ഞെങ്കിലും ആൾക്കാർ സ്വിമ്മിങ് നടത്തുന്നുണ്ട്. ഇവിടെ അത്യാവശ്യം വെള്ളത്തിലിറങ്ങി ഫ്ലോട്ടിങ് ഫോട്ടോസൊക്കെ ധാരാളം എടുക്കുന്നുണ്ട്. ഭയങ്കര രസമുണ്ട്. നല്ല ബ്ലൂ കളറിലെ ക്ലിയർ, ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ. പക്ഷെ ഇങ്ങനെ തിര വന്നിങ്ങനെ ലാഞ്ചി പോകുന്നുണ്ട്. എങ്ങനെയുണ്ട് ബാംബു ഐലൻഡ്? ബ്യൂട്ടിഫുൾ അല്ലേ? അതായത് ഒരുപാട് ഏരിയ ഉണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ ഒരു ഒറ്റ വട്ടത്തിന് ഇങ്ങനെ ഭയങ്കരമായിട്ടൊരു ഏരിയ മൊത്തം ബാംബു ഐലൻഡാണ്. ഇവിടെ ഇപ്പോൾ ടാൻ ആകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. കാര്യം നല്ല വെയിലാണ്. ആ വെയിലത്താണ് ഇങ്ങനെ കറങ്ങി നടക്കുന്നത്. പക്ഷേ ഇവിടെ ഫോറിനേഴ്സ് വരുമ്പോൾ അവർക്കത് ആവശ്യമാണ് ടാൻ. നമുക്കത് ആവശ്യമല്ല, അത്രേ ഉള്ളൂ വ്യത്യാസം. വീണ്ടും ഒരു സ്പീഡ് ബോട്ട് വരുന്നു. ഇവിടെ ഒരു മെയിൻ പോയിൻ്റാണ്. എല്ലാ ടൂർ ആൾക്കാരും ഗ്രൂപ്പ്സും ഇവിടെ വരും, വരാതെ പോവില്ല. പിന്നെ ഇതുപോലെ ലോങ് ടെയിൽ ബോട്ടിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മൾ പ്രൈവറ്റ് ടൂർ എടുക്കുന്നവരും വരും. ഇതൊരു ലോങ് വേ ആണ്. ഇതൊന്നും ആയിട്ടില്ല. നമ്മളിപ്പോൾ ഒരു ഐലൻഡിലേ ആയിട്ടുള്ളൂ, ബാംബു ഐലൻഡ്. ഇത് ഭംഗിയല്ലേ? ഭയങ്കര ബ്ലൂ കളർ, സീ ബ്ലൂ എന്നൊക്കെ പറഞ്ഞാൽ ഇതാ. ഞാൻ കുറച്ചൊന്ന് ഇറങ്ങുകയാണ്. ആഹാ, ഇവിടെ ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ട്, കുഞ്ഞു മീൻ. അതൊക്കെ ഇനി വലുതാവാനുള്ളതാണ്. ഞാൻ നിൽക്കുന്ന പോയിൻറ്റിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് കുറേ ആൾക്കാർ സ്നോർക്കലിംഗ് ഒക്കെ നടത്തുന്നുണ്ട്. ഇവിടം വരെ ആയി. ശരിക്കും ഇങ്ങനത്തെ ട്രിപ്പിലൊക്കെ വരുമ്പോൾ നമുക്ക് ഇതുപോലത്തെ വേഷം മാത്രമേ പറ്റുള്ളൂ. ഹാഫ് പാൻസ് അല്ലെങ്കിൽ ഷോർട്ട്സ്, ഇങ്ങനെ എന്തായാലും വെള്ളത്തിലൊക്കെ ഇറങ്ങണം. അപ്പോൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യം ഇത്തരം വേഷങ്ങൾ തന്നെയാണ്. ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, എല്ലാവരും തന്നെ വളരെ ചെറിയ ഷോർട്ട്സൊക്കെയാണ് സാധാരണയായിട്ട് ഇടുന്നത്. കാര്യം നമ്മളിങ്ങനെ വെള്ളത്തിലേക്ക് ഇറങ്ങി നടക്കുകയല്ലേ. എങ്ങനെയുണ്ട്? ഇവിടെ കംപ്ലീറ്റ് എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്.
കുറേ കുട്ടികളെ വലിയ ആൾക്കാരെ എല്ലാവരും ഉണ്ട് ഇവിടെ. ഭയങ്കര രസമായിട്ട് സെൽഫി സ്റ്റിക്കൊക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുക. ഇവിടെ എല്ലാം സ്നോർക്കലിംഗ് ഏരിയാസായിട്ട് വെച്ചിരിക്കുക. കുറച്ച് പേര് ടാൻ ആകാനായിട്ട് സൺബാത്ത് എടുക്കും. അയ്യോ തിര ഇങ്ങനെ മുകളിലേക്ക് വരുന്നുണ്ട്. വീണ്ടും ബോട്ട്സ് വന്നിങ്ങനെ കയറുകയാണ്. സ്പീഡ് ബോട്ട്സ് കണ്ടില്ലേ? ഞാനിപ്പോൾ ഏതാണ്ട് പകുതി നനഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ആ ലെവലായി. സോ നൈസ്, ബ്യൂട്ടിഫുൾ. കണ്ടില്ലേ? ഇതാണ് നമ്മുടെ ബാംബു ഐലൻഡിൻ്റെ പ്രത്യേകത. അയ്യോ നമീ, ഫുൾ നനഞ്ഞു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്ക് ഇനിയും കുറേ ഐലൻഡ്സ് കവർ ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴേ ഫുൾ നനയണ്ട. ടുവേർഡ്സ് എൻഡ് അവസാനമാകുമ്പോൾ വേണമെങ്കിൽ ഒന്ന് നനയാം. ഇതിപ്പോൾ പകുതി നനഞ്ഞ് പോവുകയാണ്. ഒരു ലോങ് കോസ്റ്റൽ ലൈൻ തന്നെയുണ്ട്. നല്ല ഒന്നാം തരം ബീച്ചാണ്. കണ്ടില്ലേ? ആൾക്കാർ, സ്നോർക്കലിംഗ് ടീംസ്, ആഹാ കുറേ പേര് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നു. വീണ്ടും സ്പീഡ് ബോട്ടിൽ ആൾക്കാർ വന്ന് കയറുന്നു. ആഹാ എന്ത് രസം. അവിടം വരെ പോകാം, എന്ത് സുഖമായിട്ട് പോകാം. നമുക്ക് 40 മിനിറ്റ് സമയമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ നമ്മളുടെ ബോട്ടിലേക്ക് കയറണം. അപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞു. ഇനി ഒരു 10 മിനിറ്റ്സും കൂടി ഉണ്ട്. ഞാനിങ്ങനെ കറങ്ങി നടക്കുകയാണ്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. അയ്യോ എന്ത് രസമാണ്. കണ്ടില്ലേ? ഹാ സോ നൈസ്. ഇവിടെ സ്നോർക്കലിംഗ് വരെ ചെയ്യുന്നുണ്ട് ആൾക്കാർ ആ ഭാഗത്തെല്ലാം. അതെ ഇവിടെയെല്ലാം സ്നോർക്കലിംഗ് പോയിന്റ്. കാര്യം മീനുകളും കോറൽ റീഫ്സും ഒക്കെ കുറച്ചൊക്കെ ഉണ്ടാവും ആ ഭാഗത്തേക്ക്. അവരെന്തായാലും രസമായിട്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ട്. കലണ്ടർ ഫോട്ടോസ് പോലെയാണ് ഇവിടെ വന്ന ആൾക്കാർ. ഇപ്പോൾ കിങ് ഫിഷറിൻ്റെ ഫോട്ടോഷൂട്ട് പോലെ ഉണ്ട് ഇവിടെ വരുമ്പോൾ. രസമായിട്ടൊക്കെ ആൾക്കാർ പ്രൈവറ്റായിട്ട് വന്നിട്ട് ചെയ്യുന്നുണ്ടല്ലോ. എന്ത് രസമായിട്ട് ചെയ്യുന്നു. കടലിൻ്റെ തന്നെ വ്യത്യാസം. ഓരോ സ്ഥലത്ത് ഓരോ രീതിയാണ്. കണ്ടില്ലേ? ഇവിടെ നമുക്ക് എന്തൊരു ക്ലിയർ വാട്ടർ ആൻഡ് ബ്യൂട്ടിഫുൾ ബ്ലൂ സീ. നമ്മൾ വന്ന ഭാഗത്തെ കടലാണെങ്കിൽ ഉള്ളിലേക്ക് വലിഞ്ഞൊരു ഭംഗിയില്ലാണ്ട് കിടക്കുന്നു. ഇതെല്ലാം ഒരു കടലിൻ്റെ തന്നെ ഭാഗമാണെന്ന് ആലോചിക്കുമ്പോൾ അതിശയം തോന്നും. കയറി വന്നു കഴിഞ്ഞാലോ നല്ല വെളുത്ത മണ്ണാണ്. നല്ല വൈറ്റ് സാൻഡി ബീച്ച്. കുറേ മരങ്ങളുണ്ട്. അവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ്, അത്യാവശ്യം റെസ്റ്റ് എടുക്കാനുള്ള സംവിധാനങ്ങളെല്ലാം അവിടെയുണ്ട്. നല്ല വെയിലാണ്. പക്ഷേ ഈ വെയിലത്തെ ആൾക്കാർ സൺബാത്ത് എടുക്കുന്ന കാഴ്ചയാണ് ഇവിടെ കൂടുതലും കാണുന്നത്. ഞാൻ മിക്കവാറും കറുത്ത് കരിക്കട്ടായി മാറാൻ പോകുന്ന കാഴ്ചയാണ് സൺ ബേൺ ആയിട്ട്. ഇങ്ങനെ നോക്കുമ്പോൾ ഇതെല്ലാം ഒരു പച്ചപ്പും തുരുത്തും പോലെ ഈ ഭാഗം. അത് കഴിഞ്ഞിട്ട് എൻ്റെ സാൻഡി ബീച്ച് ഇങ്ങനെ നോക്കി തിരിഞ്ഞ് വരുമ്പോൾ ആഹാ പല ഷെയ്ഡ്സ് ഓഫ് ബ്ലൂവിൻ്റെ വ്യത്യസ്തമായ ലെവലിലുള്ള ബീച്ച് സൈഡ്. നമുക്കിനി നടന്ന് നമ്മുടെ ബോട്ട്, നമ്മൾ വന്ന സ്പീഡ് ബോട്ട് നമ്പർ 19 ആണെന്നാണ് പറഞ്ഞത്. ആ ഭാഗത്തേക്ക് പോകാം. അധികം സമയമില്ല. ഇനി 10 മിനിറ്റിനുള്ളിൽ അകത്ത് കയറണം. നമ്മളുടെ സ്പീഡ് ബോട്ട്സ് എല്ലാം ആ സൈഡിലാണ് ഇങ്ങനെ അടുത്തടുത്ത് അടുക്കി ഇട്ടിട്ടുണ്ട്. ആ ഭാഗത്തേക്ക് നടക്കാം. എല്ലാവരും സൺസ്ക്രീനൊക്കെ ധാരാളം വരട്ടിയിട്ടാണ് ഇങ്ങനെ കടലിൽ ഇവിടെ നോക്കൂ, ഭയങ്കരമായിട്ട് ഇവിടെ സൺബാത്ത് എടുക്കുന്നുണ്ട്. നമ്മളുടെ ബോട്ട് നമ്പർ 19 ആണ്. ഇതിൽ നിന്നും തപ്പിയെടുക്കണം ഏതാണ് എന്ന്.
കണ്ടുപിടിക്കാം. അയ്യോ, നല്ല വെയില. അയ്യോ, എവിടേക്ക് തിരിഞ്ഞാലും എല്ലാവരും ഫോട്ടോ എടുത്ത് നടക്കുവാണേ. അത്ര ഭംഗിയുള്ള സ്ഥലമല്ലേ. ആഹാ, ഇവിടെ ശരിക്കും ഒരു പാർക്ക് പോലെ കളി, അങ്ങനത്തെ ഡിസ്ക് ത്രോയിങ് കളി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കുട്ടികളെല്ലാം. അകത്തേക്ക് റിലാക്സ് ചെയ്യാനുള്ളൊരു ഏരിയ ഉണ്ട് അവിടെ. എന്തായാലും ഒരു മനോഹരമായ ബീച്ചാണ് ഈ ബാംബു ഐലൻഡ് ബീച്ച്. ബ്യൂട്ടിഫുൾ. നമുക്ക് സമയമായി, ഇനി 2 മിനിറ്റ് സമയമേ ഉള്ളൂ. ഓടിപ്പോയി കയറാം ബോട്ടിലുള്ളിൽ. എല്ലാവരെയും കയറ്റി തുടങ്ങി. കുഞ്ഞാടുകളെ പോലെ നമ്മൾ അനുസരണയോട് കൂടി അകത്തോട്ട് കയറാൻ പോവാണ്. കാലെല്ലാം കഴുകി മണ്ണെല്ലാം മാറ്റിയിട്ട് അകത്ത് കയറാവുള്ളൂ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്.